ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കഞ്ഞിവെള്ളം കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. പച്ചക്കറികളൊന്നുമില്ലാത്ത സമയത്ത് ഈ ചേരുവകളെല്ലാം കൂടി ചേർത്ത് ഒന്ന് കറി ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നമ്മുടെ ലോക്ക്ഡൗൺ സ്പെഷ്യൽ കഞ്ഞിവെള്ളം കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുകയുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ട് ഈ സവാളയും കറിവേപ്പിലയും കൂടി ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നമ്മളൊരു 3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇന്നേ വരെ ഈ ഒരു സ്പെഷ്യൽ കഞ്ഞിവെള്ള കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകും. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള വലിയ 2 ടൊമാറ്റോ നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള ടൊമാറ്റോ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിയുടെ വെള്ളമാണ്. കഞ്ഞിവെള്ളം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം നോക്കിയിട്ട് വേണം എടുക്കാൻ. ഏകദേശം 1 ഗ്ലാസ് അളവിലുള്ള നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കുക്കിംഗ് പോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ കഞ്ഞിവെള്ളം കറി കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 6 മിനിറ്റോളം ആയിട്ടുണ്ട്. 3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചും 3 മിനിറ്റ് തുറന്ന് വെച്ചിട്ടുമാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കഞ്ഞിവെള്ളം കറി അത്യാവശ്യത്തിന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കറിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.